പോകാൻ പറഞ്ഞു. കിഴക്കോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് വഴി അറിയാമെന്ന് ഞങ്ങൾ റൂമിലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഒരു വഴി കാണിച്ചെന്നു മലത്തോട്ട് പോകാൻ പറഞ്ഞു. മലത്തോട്ട് പോയി ചെന്നപ്പോൾ അവിടെ ഒരു ഡെഡ് എൻഡാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ചെറിയ തോമസ് ഒരു 10-200 മീറ്റർ ബാക്കിലേക്ക് ഓടിച്ച് റിവേഴ്സ് എടുത്ത് തിരിച്ച് ഏതൊരു അമ്പലത്തിൻ്റെ അരിയിൽ കൂടിയൊക്കെ ഈ പമ്പിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ നോക്കിക്കേ, ഒരു ഗതാഗതം തിരിച്ചു വിടുമ്പോൾ എവിടേക്ക് പോകുന്നു പോലും നിർദ്ദേശിക്കാനായിട്ട് ആളുകൾ ഇല്ല. ഞങ്ങളവിടെ പോലീസുകാരോട് ചോദിച്ചു എരമ്പല്ലൂർക്ക് എങ്ങനെയാണ് പോകുന്നത്. ഇതിൽ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതിൽ നേരെ പോയാൽ പോലെ ചേർത്ത് അപ്പം അത് അയ്യോ ചേർത്തല പോയി തിരിച്ചു വരുമല്ലോ എന്ന് ചോദിക്കാം. സ്റ്റാഫ് ചോദിച്ചു. ജനങ്ങളെ എത്രത്തോളം നിസ്സാരമായിട്ടാണ് ഇവർ കാണുന്നത്. ജനങ്ങളെ എത്രത്തോളം ജനങ്ങൾക്ക് അവകാശമുണ്ട് അല്ലേ? ആ പൗരാവകാശങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ ഭരണാധികാരികൾ സമീപിക്കുന്നത്. ന്യായം 2 കൊല്ലം കഴിയുമ്പോൾ വികസനം വരില്ലേ? സ്വർഗത്തിൽ പോകുന്ന പോലെ ഇതിലെ പോകാം, പറന്നു പോവാം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അതൊക്കെ വരട്ടെ, അത് നമുക്ക് നല്ല കാര്യം. പക്ഷെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഇത് ഏതായാലും ഇന്ന് തീരാൻ പോകുന്നില്ല. 1-2 വർഷമെങ്കിലും പിടിക്കും. ഗവൺമെൻറ് അടിയന്തരമായി ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിന് ഭാഗമായി തന്നെ എനിക്ക് വേറെ ഓൾട്ടർനേറ്റീവ് സജഷൻ ഒന്നും അറിയില്ല. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കി അതിൻ്റെ റിപ്പയർ അടിയന്തരമായി പൂർത്തിയാക്കി വേണം ഈ ഹൈവേയുടെ മേൽപ്പാലം നിർമ്മിക്കാൻ. അതിനുള്ള അടിയന്തര നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ചെയ്യണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഈ സമരം നടത്തുന്നതിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ബഹുമാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി എനിക്കൊന്ന് 1-2 ആഴ്ച മുമ്പ് അടിയന്തരമായി പണിയുന്നത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് ഈ കമ്പനിക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അത്രയേറെ അവരുടെ കയ്യിൽ ആധുനിക യന്ത്രോപകരണങ്ങളൊക്കെ ഉള്ള കമ്പനിയാണ് ഇതിന് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് വിചാരിച്ചാൽ 1-2 ആഴ്ചക്കുള്ളിൽ മഴ ഒന്ന് മാറി നിന്നാൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ യാതൊരു തടസ്സവുമില്ല. ഗവൺമെൻറ് വിചാരിക്കണം. ഗവൺമെൻറ് വിചാരിക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെ ചെയ്താലും നമ്മളൊക്കെ ഇതുപോലെ സഹിച്ചുകൊള്ളുന്ന ഒരു അതിന് എന്താ പറയുക, ഒരു ധാർഷ്ട്യമാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു മുന്നറിയിപ്പായിട്ട് ഗവൺമെൻറ് കാണണം. ദയവായി ഞങ്ങളെ കൂടുതൽ സമരങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞങ്ങൾ നേരിടുന്ന ദുരിതം തിരിച്ചറിഞ്ഞ് ഗവൺമെൻറ് അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ചെലുത്തി ഈ ഞങ്ങളുടെ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള ഒരു സൂചനയാണ് ഈ സമരമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നേതൃത്വം നൽകിയ KLC-യുടെ ഭാരവാഹികൾക്കും ഇടവകാംഗങ്ങൾക്കും അതിൻ്റെ അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ KLC-യെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ സാറാണ് ദേശീയ സംസ്ഥാനത്തിന് നേതൃത്വം ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിച്ചതായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സെൻസാറിന് അതോടൊപ്പം സംസാരിക്കുന്നതിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ലക്ഷ്മി പരിപാലനത്തിൻ്റെ വക്താവ് കൂടിയാണ്. സംസ്ഥാന സ്ഥാനാർത്ഥിയായ സാബു ഉൾപ്പെടെ ചെയ്യുന്നത് ഇവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം അവകാശങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം വെറുമൊരു അവകാശമല്ല, അതൊരു മൗലിക അവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നടത്തിക്കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതല്ലാതെ അതിന് സമരം ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട് ആളുകളുടെ ശ്രദ്ധയിൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പൗരന് സർക്കാർ നിർബന്ധമായും കൊടുക്കേണ്ടതാണ് വായു, ജലം, അതുപോലെയൊക്കെ ഞാനിവിടെ ഡാൻസിനോട് എന്താണ് കോമ്പനിയുള്ളത്. ഒരു കോമ്പനിയൊന്നും ഈ പണി നിർത്തി വയ്ക്കുക. ആദ്യം
പണി നിർത്തിവെച്ചതിന് ശേഷം ഇതിന്റെ സഞ്ചാര യോഗ്യമാക്കുന്നതിന് വേണ്ടി ഇരുവശങ്ങളിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാത്രാ സൗകര്യം ആദ്യം ഒരുക്കണം. അത് ഒരുക്കിയതിന് ശേഷം ഈ പണി തുടങ്ങണം. അതാണ് ഇവിടെ ചെയ്യാനുള്ള ഒരു പോംവഴി എന്നാണ് ഇതിനുള്ള താല്പര്യത്തിൽ പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു നിലപാടിലുള്ളവരായിരിക്കും. ഒറ്റ കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. എന്ത് കാര്യം നേടിയെടുക്കണമെങ്കിലും സമരത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും മാത്രമേ സാധിക്കൂ എന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ സമരം ചെയ്താണ് ചിലപ്പോൾ നിരവധി കേസുകളും കിട്ടും. ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ കേസുകളുള്ള കാരണം വെറുതെ ഒരു 2-3 പ്രാവശ്യം വിഴിഞ്ഞത്ത് പോയുള്ളൂ. ഇവർക്കൊക്കെ കേസുണ്ട്. വിഴിഞ്ഞത്ത് പോയ വണ്ടിക്കാരന് വരെ ഇവിടെ കേസുണ്ട്. കാരണം വണ്ടി നമ്പർ നോക്കിയിട്ട് ആ വണ്ടി ഗൂഢാലോചന നടത്താൻ ഇവിടെ ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ വന്നെന്നാണ് കേസ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീ വെക്കുന്നതിന് കേസുണ്ടാവും. കേസ് റോഡ് തടസ്സപ്പെടുത്തിയതിനായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഏത് രീതിയിലും ഭയപ്പെടുത്തി ആളുകളെ പിന്മാറ്റുന്ന ഒരു നിലപാടാണ് അധികാരികൾക്കുള്ളത്. പക്ഷേ നിങ്ങൾ ഭയമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്. പരിസരത്തൊക്കെ അറിയാൻ പറ്റും അവരുടെ ജോലി ഏതായിരുന്നു. രാവിലെ പത്രത്തിൽ നോക്കിയിട്ട് ഇന്ന് എവിടെയൊക്കെ സമരമുണ്ടോ ഉടനെ അതിന്റെ ഭാരവാഹികളെ വിളിക്കും. എന്നിട്ട് ചോദിക്കും എത്ര പേരുണ്ടാവും. അതുപോലെ 50 പേരെന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കിക്കഴിയുമ്പോൾ അയ്യോ സാറെ കൂടുതൽ ആളുണ്ടായിരുന്നല്ലോ, കുറഞ്ഞു പോയാൽ അത് കുറഞ്ഞല്ലോ എന്നൊക്കെ പറയും. കാരണം അതുപോലെ ഈ നിരക്കുള്ള ഓരോ പ്രതിഷേധങ്ങളും എത്തേണ്ടടുത്ത് എത്തുമെന്നത് ഉറപ്പാണ്. കാരണം ഇതിന്റെ വാർത്ത തലേ ദിവസം പത്രത്തിൽ വന്നിരുന്നു. ഇത് നാളെയും നിങ്ങൾ കൊടുക്കും. അതുകൊണ്ട് എന്തായാലും ഈ എരമല്ലൂർ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അത് നിരന്തരമായ ഇത്തരം പ്രതിഷേധമായിരിക്കും നമുക്കൊരു പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ഒറ്റക്കാര്യം പറയാനുള്ളൂ. ഇത് എത്രത്തോളം നമ്മൾ സഹിക്കാൻ തയ്യാറാകുന്നു അന്ന് മാത്രമേ ഇതിന് പ്രതിവിധി ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇത് നമ്മളിവിടെ കണ്ടുകൊണ്ട് നിൽക്കാനാണെങ്കിൽ കണ്ടുകൊണ്ട് തന്നെ നിൽക്കേണ്ടി വരും. നിങ്ങൾ പറയണം ചുറ്റുമുള്ള ആളുകളോട് ഈ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മൾ മഴ കൊള്ളാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ഈ പ്രദേശത്തുള്ളവർക്ക് ഇത് കാണാൻ മാത്രം വേറെ ചിലർക്ക് പിന്നീട് യാത്ര ചെയ്യാൻ മാത്രം അതൊന്നുമല്ല ഗതാഗത അവകാശം. നമ്മളൊക്കെ ഓരോ ലിറ്റർ പെട്രോളിനും എത്ര രൂപയാണ് സെസ് കൊടുക്കുന്നത്. ആ സെസ് നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കാനാണ്. അല്ലാതെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പോയി തിരിച്ചു വന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് വഴിയറിയില്ല. കാരണം അവർ ചുറ്റും കാണാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പറയാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഓടിയിട്ട് ഒരു കാറ് വെള്ളത്തിൽ മുങ്ങി 2 പേര് മരിച്ചിട്ടുണ്ടോ. ഇതുപോലെയൊക്കെ ആളുകൾ സംഭവിക്കുന്നത്. പോലീസുകാർ പറയാൻ നിങ്ങൾ നേരെ പോയിക്കോ എരമല്ലൂരെത്താം. നേരമായ ഏത് എരമല്ലൂരെത്തുന്നത് പറഞ്ഞു കൊടുക്കാൻ ബോധ്യമില്ലാത്ത അതുപോലെ ശ്രമിക്കാത്ത കുറെ ആളുകളാണ്. ഇത് ജോലി ചെയ്യുന്നവരാണ് ഈ ഹിന്ദിക്കാരായിരിക്കും ചിലപ്പോൾ. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്തവരെ അവർ നിൽക്കുകയും ചെയ്യും. തോളിലൊക്കെ ആളുകൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഏത് രീതിയിലും ആളുകൾ എന്തും സഹിച്ചുള്ളൂ. അതാണ് ഇവിടുത്തെ ചില ആളുകളുടെ വിചാരം. അത് മാറ്റി കൊടുക്കാൻ നിങ്ങളെടുക്കുന്ന ഈ പരിശ്രമം ഒരുപക്ഷെ വേണ്ടി വരുന്ന മഴ കൊള്ളാനും നമ്മളെ തുടരണം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെ പിന്തുണയും ഉണ്ടാകും. അഭിവാദ്യങ്ങൾ. ഉള്ളവരെ ഇത് പ്രിയങ്കരായ ജനറൽ സെക്രട്ടറി സ്നേഹബഹുമാനപ്പെട്ട ഇന്നത്തെ ധർണയുടെ അധ്യക്ഷനായ ഫൈലിസ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഫ്രാൻസിസ് അച്ഛ, നീഷ അച്ഛ, ആന്റണി അച്ഛ, ശ്രീ സാബു കാണിക്കപ്പള്ളി, മറ്റു KSCAയുടെ ഭാരവാഹികളെ, ഞാൻ ബിൻ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ സംസാരിക്കാനായിട്ട് എത്തിയത്. ശരിക്കും ഇങ്ങനെ ഒരു ധർണയ്ക്ക് നമുക്ക് മുൻകൈ എടുക്കാനായിട്ട് അവസരമൊരുക്കിയ സർക്കാർ സംവിധാനത്തെ ഓർത്ത് വളരെ വിഷമമാണ് തോന്നുന്നത്. ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടി ജനപ്രതിനിധികളെ പറഞ്ഞയക്കുമ്പോൾ എന്ന ചിന്തയിൽ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചിലപ്പോൾ കേസെടുക്കുന്ന ഭീഷണി ഉണ്ടാവാം. വികസനം നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ലോകത്തിൽ വികസനം പലതും നടന്നിട്ടുണ്ട്. നമുക്കറിയാം കൊച്ചിയിലൊക്കെ DMRC അപേക്ഷയെടുക്കുമ്പോൾ യാത്രക്കാർക്ക് യാതൊരു അസൗകര്യവും നേരിടാതെ അതിവേഗം സുരക്ഷിതമായിട്ട് യാത്രയിലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നു. അശോക കൺസ്ട്രക്ഷനും ഇങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം അടുത്തുമെന്ന് നൽകിക്കൊണ്ടാണ് ഈ സംവിധാനത്തിന്റെ ഈ റോഡ് നിർമ്മാണത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. നമുക്കറിയാം, മഴക്കാലം തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്.
എനിക്ക് പറയുവാനുള്ളത്. കാരണം ഞങ്ങൾ ഈ ഫെബ്രുവരി കളക്ടറേറ്റിൽ ചെല്ലുമ്പോൾ ഇവിടെ പലപ്പോഴും സിപിഎംകാരൊക്കെ സമരത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പരാതി പോലും എത്തിയില്ല എന്നത് ഞങ്ങളെ വളരെയധികം ഞെട്ടിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ധർണയിൽ നമുക്കറിയാം, തുടക്കത്തിൽ നമ്മൾ കുറച്ച് മഴ നിറഞ്ഞു. ഇപ്പോഴും മഴ വന്നാലും പോവില്ല എന്ന മട്ടില് നമ്മുടെ ജലദോഷം കാണിച്ചുകൊണ്ട് നമ്മൾ രംഗത്തുണ്ട്. പക്ഷേ ഇതൊക്കെ സ്ഥലത്തെത്തുകയും കുറേക്കാർ എത്തിയില്ല എങ്കിൽ സർക്കാർ സംവിധാനത്തിന് വേണമെങ്കിൽ 2 ദിവസം സർക്കാർ കൊടുക്കാനാണെങ്കിലും ഈ റോഡ് സംവിധാനം നന്നായി നിർവഹിക്കാവുന്നതാണ്. തങ്ങളുടെ പ്രവൃത്തികളും വിദ്യാസമ്പന്നമായ അവരുടെ കഴിവുണ്ട്. പക്ഷേ ജനദോഷം എത്രമാത്രം വരുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സർക്കാർ സംവിധാനത്തോട് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. നമ്മൾ 5 പഞ്ചായത്തുകളാണ് നമ്മളിത് സഹിക്കുന്നത്. മറ്റ് യാത്രക്കാരെ വിട്ടാലും 5 പഞ്ചായത്തുകൾ, അരൂർ മുതൽ പുറമൂർ വരെ 5 പഞ്ചായത്തിലെ ജനങ്ങളാണ് ഈ ദുരിതയാത്രയും ദുരിതാനുഭവങ്ങളും അനുഭവിക്കുന്നത്. 13 സ്കൂളുകളാണ് ഇതിൽ ചുറ്റുമുള്ളത്. മനുഷ്യാവകാശ സംരക്ഷണം, ബാലാവകാശ സംരക്ഷണം, സഞ്ചാര സ്വാതന്ത്ര്യം ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറാകണം. പ്രബുദ്ധരാണ് കേരളീയ ചെറുക്കാരെന്ന് മറ്റുള്ളവരെ കാണിക്കണം. അല്ലാതെ പ്രബുദ്ധരാണ് ഞങ്ങൾ എന്ന് പറയുക മാത്രമല്ലാതെ ഇവിടെ നമുക്കറിയാം, യാത്ര ഇവിടുത്തെ പണി നിയന്ത്രിക്കുന്നത് ഭാഷ പോലും അറിയാത്ത 5 സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെ അപകടമുണ്ടായാൽ അപകടം ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പാൻ കെട്ടാനും ബന്ധം ചെയ്യാനും ഒക്കെ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ നിന്ന് പറയാൻ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ തക്ക സംവിധാനം ഒരുക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ. അശോക കൺസ്ട്രക്ഷൻ കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ദുരിത നിവാരണ കമ്മിറ്റിയിലെ ചെയർമാനായിട്ടുള്ള നമ്മുടെ കളക്ടറാണ്. കളക്ടർ അതിന് മുൻകൈ എടുക്കാനും കളക്ടറെ കൊണ്ട് മുൻകൈ എടുപ്പിക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് KLCA എടുത്ത ഈ മുൻകൈകളിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും തുടർന്ന് സൊസൈറ്റിയിലെ എല്ലാ സഹകരണങ്ങളും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ ഇന്നാണ് തുറന്നു എന്ന ബുദ്ധിമുട്ടല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന് പേരില് വികസനം അനുഭവിക്കാൻ ജനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ റോട്ടിനോട് അനുഭവം കടന്നു പോകുന്ന സാധാരണക്കാര മനുഷ്യർ നമ്മുടെ ചെറുതങ്ങളെക്കുറിച്ച് കേൾക്കുകയും അനുഭവിക്കുകയും നമ്മളതിന്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുകയുമില്ല. ഈ പ്രതിഷേധ ഇവിടെ ആരംഭിച്ച ആ നിമിഷങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്ന ഒരുപാട് ആംബുലൻസുകളും ഓരോ ആംബുലൻസുകളിലൂടെ കടന്നു പോകുമ്പോൾ നെഞ്ചിന് ഒരു കുഴപ്പം. കാരണം അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. ആ രോഗി വീണ്ടും പൂർവാധികം ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരുവാനും ഒക്കെ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരവസ്ഥ. ശരിക്കും ഗതികെട്ടവന്റെ ഒരു നിലവിളിയിൽ നിന്നാണ് ഈ പ്രതിഷേധം ഇന്ന് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞത് ഓരോ വ്യക്തികളും ശിക്ഷകളും പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇതുവരും ഒരു സൂചനയായിട്ടും ആരംഭമായിട്ടും മാത്രം കണക്കാക്കുവാൻ സാധിക്കും. തുടർന്ന് ജീവിക്കുവാനുള്ള അവകാശം അത് ആരുടെയും ഔദാര്യമല്ല എന്ന ബോധ്യത്തോടെ തന്നെ നമുക്ക് മുന്നേറുവാൻ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, എന്തിന് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എന്ന അവകാശം നേടിയെടുക്കേണ്ടതല്ല. ശരിക്കും മുമ്പ്